നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി. പുതിയ അന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഹസനമെന്ന് ആവർത്തിച്ച് PV അൻവർ. മലയാള സിനിമയിലെ 2 പ്രബല സംഘടനകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിന്റെ ഇരയാണ് താനെന്ന് നടൻ സിദ്ദിഖ്. ആരോപണം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെ വിമർശിച്ച് CPI. തോമസ് കെ തോമസ് MLA മന്ത്രിയാക്കാനുള്ള PC ചാക്കോയുടെ നീക്കത്തിൽ NCPയിൽ പരസ്യ കലാപം. മന്ത്രിമാറ്റം സാധ്യമായില്ലെങ്കിൽ NCPയെ തകർത്ത് PC ചാക്കോ കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുമെന്നും ആരോപണം. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് യെച്ചൂരിക്ക് പകരക്കാരൻ ഉടൻ വേണ്ടെന്ന് CPMൽ ധാരണ. പുതിയ അമരക്കാരൻ പാർട്ടി കോൺഗ്രസോടെ തീരുമാനിക്കും. MA ബേബിയുടെ സാധ്യത തള്ളാതെ കേരള ഘടകം. മണിപ്പൂരിൽ നിരോധിത മെയ്തേയ് സായുധ സംഘടനകൾക്ക് ചൈനീസ് സഹായം ലഭിക്കുന്നുവെന്ന ആരോപണം ശക്തമാക്കി പുതിയ കണ്ടെത്തൽ. പോലീസും ആർമിയും നടത്തിയ തെരച്ചിലിൽ ചൈനീസ് നിർമ്മിത ഗ്രനേഡുകൾ പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ യുവതിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ച കേസിലെ മുഖ്യപ്രതിയെ ഒഡീഷയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുക്തിരഞ്ജൻ പ്രതാപ് റോയിയെയാണ് ഭദ്രാക് ജില്ലയിലെ ധൂസുരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. UK-യിൽ മലയാളികൾ അടക്കമുള്ളവരുടെ നിയമപരമായ കുടിയേറ്റത്തിന് നിയന്ത്രണം വരുത്തുമെന്ന് പ്രധാനമന്ത്രി കെ സ്റ്റാമർ. ബ്രിട്ടന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും കെ സ്റ്റാമർ. ലബനനിൽ കരയാക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നു. വ്യോമാക്രമണം ശക്തമാക്കിയതിന്റെ ഭാഗമെന്ന് ഇസ്രയേൽ സൈനിക മേധാവി. പ്രഖ്യാപനം ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെ. ബ്രിട്ടനിലെ ആരോഗ്യ മേഖല തകർച്ചയിൽ. കാത്തിരിപ്പ് രോഗികളുടെ എണ്ണം 7 ദശലക്ഷത്തിലേറെ. നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ ജീവനക്കാരുടെ കുറവ് ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. കാൺപൂരിൽ നാളെ സ്പിൻ പരീക്ഷ. ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ. ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ, മഴ വില്ലനായേക്കുമെന്ന് റിപ്പോർട്ട്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.